വെൽക്കം ടു എജുപോഡ്. യെസ് എടാ മക്കളെ, ഇതാ നമ്മുടെ എക്സാം ഇവിടെ അടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും എന്താണ് നാളെ മറ്റന്നാൾ നമ്മളെ എക്സാം ആയിട്ടുണ്ട്. എല്ലാവരും വലുതായിട്ടുള്ള ടെൻഷനിലായിരിക്കും. ഹിന്ദിയുടെ കേസിൽ എൻ്റെ മക്കൾക്ക് എന്താണ് നമ്മൾ ഓണപരീക്ഷയും അതുപോലെ ക്രിസ്മസ് പരീക്ഷ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പബ്ലിക് എക്സാമും നമ്മൾ പൊളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് എന്താ ലഘു സഹായക ക്രിയ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വേർഡ് ആണല്ലോ ലഘു എന്ന് പറയുന്നത് അല്ലേ. അതായത് ലഘു ഉപയോഗിച്ചുള്ള കുറച്ച് സെന്റൻസ് തരും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സെന്റൻസിൽ തെറ്റ് കണ്ടുപിടിക്കാൻ പറയും, അത് ശരിയാക്കി എഴുതാൻ പറയും അല്ലേ. ആ രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് ലഘുവിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ലഘുവിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്, ഈ ലഘു വന്നാൽ എന്താണ് മാറ്റം വരുന്നത്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതൊക്കെയാണ് മിസ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും കാണണം. ദെൻ ഒരുപാട് ഫ്രണ്ട്സ് ഈ ഒരു ലഘുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സിൽ ഇരിക്കുന്നുണ്ടാവും. സോ അവർക്കൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ലഘുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എന്താ നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം നോക്കിക്കേ. ഇൻ വാക്യം പർ ധ്യാൻ ദേ, അതായത് താഴെ തന്നിട്ടുള്ള സെന്റൻസ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. എന്നിട്ടോ ചർച്ച കരയും, എന്താണ് ചർച്ച ചെയ്യേണ്ടത്. ഓർ രേഖാങ്കിത ശബ്ദ की വിശേഷത പഹചാനെ. രേഖാങ്കിത ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ ഒരു വേർഡിന്റെ പ്രത്യേകത വിശേഷത എന്താണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് തന്ന സെന്റൻസിൽ എന്താണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, ലഘ അല്ലെ. ഒന്നാമത്തെ സെന്റൻസിൽ ലഘ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സെന്റൻസിൽ ലഘിയിലെ ഇവിടെ ലഘായാണെങ്കിൽ രണ്ടാമത്തെ എന്താണ് ലഘി എന്നായിട്ടുണ്ട്. മൂന്നാമത്തിൽ നോക്കിക്കേടാ ലഘ എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് സെന്റൻസിൽ ലഘീം. ഓക്കെ, അപ്പൊ എന്താണ് ഈ 4 സെന്റൻസിലും എന്താ ലഘു ഏതൊക്കെ രീതിയിലാണ്, ഒന്നെന്താ തന്നിരിക്കുന്നത് ലഘ എന്നാണ്, രണ്ടാമത്തെ ലഘി എന്നാണ്, ലഘേ ലഘീം, ഇങ്ങനെ 4 രീതിയിലാണ് ലഘു ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ സെന്റൻസിൽ ഇങ്ങനെ മാറ്റി ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്, ഈ ലഘു എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂലേ. അപ്പൊ എന്ത് ചെയ്യാ, എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. ഈ ലഘു എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാടാ നോക്കിക്കേ. നമ്മൾ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, അതാണ് ലഘു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നാമത്തത് ആദ്മി ഫോൺ ലഘാനെ ലഘ, എന്താണ് ആ ഒരു മനുഷ്യൻ ഒരാളെ എന്താണ് ഫോൺ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതാണ് നമ്മൾ അവിടെ ലഘ എന്ന് ഉപയോഗിച്ചത്. പക്ഷെ നമ്മൾ ലഘിന് എന്താണ് ഇവിടെ ലഘ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തതില് ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഘി അല്ലെ, ജാനേ ലഘി എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ ലഘി എന്നാണ് വന്നത്. അടുത്തതോ ലോക ചില്ലാനെ ലഘ അല്ലെ, ഇവിടെ ലഘയുമല്ല ലഘിയുമല്ല, ഇവിടെ ലഘ അല്ലെ. ലോക ചില്ലാനെ ലഘ എന്താണ്, ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി അല്ലെ, തുടങ്ങി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ലഡ്കിയാം ഗേൽനെ ലഘി അല്ലെ, ലഡ്കിയാം പെൺകുട്ടികൾ ഗേൽനെ ലഘി കളിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഈ ചെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതാ ഈ ലഘു സഹായക ക്രിയ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ 4 സെന്റൻസിലും ഈ ലഘുവിനെ 4 രീതിയിലാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് നോക്കിക്കേ, എന്തുകൊണ്ടാണ്. അപ്പോൾ ഈ ലഘു സഹായക ക്രിയയിൽ മാറ്റം വരുന്നതിനുള്ള കാരണം എന്താണ്, ഇവരാണ്. ഓക്കെ, അപ്പോൾ ലഘ എന്ന് വരുന്നത് നമ്മളൊരു സെന്റൻസിൽ ലഘ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലഘ എന്ന് വരാൻ കാരണം എന്താണ്, ആ സെന്റൻസ് എന്താണ് നോക്കിക്കടാ, പുല്ലിംഗ ഏകവചനമാണ്. പുല്ലിംഗ ഏകവചനം. ഓക്കെ, പുല്ലിംഗ ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താണല്ലോ, ഒരാൺകുട്ടി ആയിരിക്കും. ഒരാൺകുട്ടി ആ ഒരു സെന്റൻസിൽ തന്ന ആളെന്താണ്, ഒരാളായിരിക്കും. അതെന്തായിരിക്കും, ആൺ അല്ലേ, അതായത് പുല്ലിംഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കിക്കേടാ. ആദ്മി ഫോൺ ലഘാനെ ലഘ, ആദ്മി ഒരു മനുഷ്യൻ ഒരാളാണ്, അത് പുല്ലിംഗമാണ്. അപ്പൊ ഒരാളാണ് അല്ലെ, ഒരാളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു, ലഘ എന്ന് നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ നമ്മളെ സെന്റൻസിൽ ഇപ്പൊ റാം എന്ന് തന്നു എന്ന് വിചാരിക്കേ, അപ്പൊ അവിടെ ഒരു ആൺകുട്ടിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ ലഘ എന്ന് ഉപയോഗിക്കും. നമുക്ക് എക്സാമ്പിൾ ചെയ്യാം കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് ലഘിയിലെ, അതായത് സ്ത്രീലിംഗ ഏകവചനമാണ്. സ്ത്രീലിംഗ ഏകവചനം നോക്കിക്കേ. ബഹൻ
റിപ്പോർട്ട് ലേക്കർ ജാനയിലേക്ക്. ബഹൻ സഹോദരി, സിസ്റ്റർ അല്ലേ? അപ്പൊ ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരിയാണ്, സിസ്റ്റർ ആണ്, ഒരാളല്ലേ ഉള്ളൂ, ഒറ്റ ആളല്ലേ ഉള്ളൂ. യെസ്, അതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനമായതുകൊണ്ടാണ് നമ്മൾ ഈ സെന്റൻസ് എന്ത് ഉപയോഗിച്ചത്? ലഘി എന്ന് ഉപയോഗിച്ചത്. മനസ്സിലാവുന്നില്ലേ? അടുത്ത നോക്കിക്കേടാ, ലഘേ എന്ന് വന്നു അല്ലെ, ലഘേ എന്ന് വന്നു. ലഘാ, ലഘി. മൂന്നാമത്തത് എന്താണ്? ലഘേ. കാരണം എന്താ? പുല്ലിംഗ ബഹുവചനമാണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? എന്താണ് ലഘ? അതായത് ഒന്നിലധികം. ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്നിലധികം ആൺകുട്ടികളാണ് അതിൽ വന്നതെന്ന് വിചാരിക്കുക. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ലോക് ചില്ലാനെ ലഘ. ലോക് അല്ലെ, അതായത് ആളുകൾ. ആളുകൾ ഒരാളാണോ? അല്ല, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ആ ഒരുപാട് ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗ ബഹുവചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഇവിടെ ലഘേ എന്ന് ഉപയോഗിച്ചത്. ഓക്കെ, അവസാനത്തത് ലഘീം എന്നല്ല, അതായത് സ്ത്രീലിംഗ ബഹുവചനം. ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ വരുന്നത് കൊണ്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലഘീം അല്ലെ. നോക്കിക്കേ, നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ലഡ്കിയാം ഗേൽനെ ലഘി. ലഡ്കിയാം, ലഡ്കി എന്നാണോ പറഞ്ഞത്? ഒരാളല്ല, ലഡ്കിയാം പെൺകുട്ടികളാണ് അല്ലെ. അപ്പൊ പെൺകുട്ടികൾ എന്താണ്? കളിക്കാൻ തുടങ്ങി. അപ്പം പെൺകുട്ടികൾ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നത് കൊണ്ടാണ് എന്ത്? ലഘീം എന്ന് ഉപയോഗിച്ചത്. മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ചൊന്ന് കത്തിയിട്ടുണ്ടാവില്ല അല്ലെ? പൂർണ്ണമായിട്ട് ഞാൻ കത്തിച്ചേരാ. നോക്കിക്കോ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഒരു എക്സാമ്പിൾ ചെയ്യാം. നോക്കിക്കേ, റാം. റാം എന്താണ്? നമ്മളെ ബനാന ഇല്ലേ, ബനാന. ഓക്കെ, നോക്കിക്കേ, റാം എന്താണ്? ബനാന എന്ത് ചെയ്തിട്ടുണ്ട്? ബനാന കഴിക്കാൻ തുടങ്ങി. ഓക്കെ, റാം ബനാന കഴിക്കാൻ തുടങ്ങി. നമുക്ക് ലഘു സഹായക ക്രിയ ഉപയോഗിച്ച് ഈ സെന്റൻസ് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? നിങ്ങൾ പറഞ്ഞ, മിസ്സിന്റെ കൂടെ പറഞ്ഞ റാം അല്ലെ. റാം നമ്മൾ എങ്ങനെ എഴുതും? ഞാൻ ഇംഗ്ലീഷിൽ എഴുതാൻ പോലെ. നോക്കിക്കേ, റാം അല്ലെ. നോക്കിക്കേ, റാം. റാം. ബനാന. ബനാനക്ക് എന്തായിരുന്നു പറയാ? കേല അല്ലെ, കേല. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കേല. ഓക്കെ, റാം കേല. കഴിക്കാൻ നമ്മൾ എങ്ങനെ ചെയ്യാ? കഴിക്കാൻ ഗന ഗന ഗന. ഓർമ്മയില്ലേ? ഗന ഗന. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നോക്കിക്കേ, ഗാന എന്നാണോ നമ്മൾ എഴുതുക? നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ചെയ്ത് നോക്കിക്കേ, നോക്കിക്കേ, ലഘാനെ. ഇവിടെ എന്താ വന്നത്? ലഘാനെ. ഇവിടെ എന്താ ചെന്നത്? എന്താണ് ക്രിയ? നോക്കിക്കേ, ജാനെ, ദെൻ ചില്ലാനെ, ഗേൽനെ അല്ലെ. എല്ലാം എന്താ? നേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ, നേ എന്നാണ്. അപ്പൊ ഇവിടെ കഴിക്കാനുള്ള ഗാന എന്നാണ്. അപ്പൊ നമ്മള് അവിടെ വരുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കുക? എങ്ങനെയാണ് ക്രിയ മാറ്റം വരിക? നോക്കിക്കേ, ഗാനേ അല്ലെ, ഗാനേ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? റാം കേല ഗാനേ. ഒരാളാണ് റാം. എന്താണ്? പുരുഷനാണ്, ആൺകുട്ടിയാണ്, ഏകവചനം, ഒരാളേ ഉള്ളൂ. അപ്പൊ ഏതാ വരിക? ലഘ. ഏതാണ് വരിക? ലഘ. കിട്ടിയില്ലേ? ഇപ്പൊ നമുക്ക് റാമിന്റെ സ്ഥാനത്ത് നമുക്ക് ആരെ കൊടുക്കാം? ആരെ കൊടുക്കാം? നിങ്ങൾ ഒരു പേര് പറഞ്ഞോ, ഒരു പേര് പറഞ്ഞോ. നിങ്ങളുടെ എല്ലാവരും, അതായത് നിങ്ങൾ സ്വയം ചെയ്യാ, നിങ്ങളുടെ പേര് തന്നെ അങ്ങ് മനസ്സിൽ വിചാരിച്ചോട്ടോ. ഓക്കെ, നമുക്ക് എന്ത് കൊടുക്കാം? രമ എന്ന് കൊടുക്കാം. രമ എന്താടാ? രമ ബനാന കഴിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ സെന്റൻസ് എഴുതിയ പോലെ നമുക്ക് രണ്ടാമത്തെ എഴുതാം അല്ലെ. രമ അല്ലെ. രമ നമ്മൾ എഴുതിക്കേ, രമ ബനാന അല്ലെ, ബനാന കേല കഴിക്കാൻ, ഖാനെ എന്താണ് വരിക? ലഘ എന്നുള്ളത് എന്ത് വരും? ലഘി എന്ന് വരും അല്ലെ. എന്താണ് ഒരാളെയല്ലോ, സ്ത്രീലിംഗ ഏകവചനല്ലേ, രമ മാത്രല്ലേ പഴം കഴിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ നോക്കിക്കേ, രാമായപ്പോ നമ്മൾ ലഘ കൊടുത്തു, രമയായപ്പോ നമ്മൾ എന്ത് കൊടുത്തു? ലഘി എന്ന് കൊടുത്തു അല്ലെ. ഇനി അടുത്തത് എന്താണ്? ആൺകുട്ടികൾ അല്ലെ, അതായത് പുല്ലിംഗ ബഹുവചനം നമുക്ക് കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, ആൺകുട്ടികൾ എന്താണ്? ബനാന കഴിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ആൺകുട്ടികൾക്ക് എന്താണ്? ആൺകുട്ടിക്ക് എന്താ പറയാ? ലഡ്ക. ഓർമ്മയില്ലേ? അപ്പൊ ആൺകുട്ടികൾ എന്ന് പറയുമ്പോ എങ്ങനെയാടാ? ലഡ്കേ. ലഡ്കേ പഴം അല്ലെ. ബനാനക്ക് എന്തായിരുന്നു? കേല. അപ്പൊ ലഡ്കേ കേല എന്താണ്? ഖാനേ. അപ്പോ
പുല്ലിംഗ ഏകവചനായപ്പോ ലഗ, സ്ത്രീലിംഗ ഏകവചനായപ്പോ ലഘി. അപ്പൊ പുല്ലിംഗ ബഹുവചനായപ്പോ എന്തായിരുന്നു ഓർത്തേ? യെസ്, എന്താണ്? ലഘേ എന്നായിരുന്നു അല്ലെ. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. നോക്കിക്കേ, പുല്ലിംഗ ഏകവചനാണെങ്കിൽ ലഗ, സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ ലഘി, പുല്ലിംഗ ബഹുവചനാണെങ്കിൽ ലഘേ എന്നല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിക്കേ പെൺകുട്ടികൾ. പെൺകുട്ടിയാണ് അല്ല, പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ എന്താണ്? ബനാന കഴിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത് എന്റെ മക്കൾ ചെയ്ത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ലടിക്കിയാം അല്ലെ, പെൺകുട്ടികൾ ഞാൻ എഴുതി തരാം. എന്താണ്? ലടിക്കിയാം പെൺകുട്ടികൾ. ബാക്കിയുള്ളത് എൻ്റെ മക്കളൊന്ന് ചെയ്താൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്തേ. മിസ് അതിന് റിപ്ലൈ തരും. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മിസ് റിപ്ലൈ തരും. കാരണം എന്താ, ലഘു എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ് 3 എക്സാമ്പിൾ എന്താണ് എൻ്റെ മക്കള് എന്തായത് മിസ്സിന്റെ കൂടെ തന്നെ എൻ്റെ മക്കളും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഈ 4ാമത്തെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയേ. ലടിക്കിയാം അല്ലെ, സ്ത്രീലിംഗ ബഹുവചനം വരുന്ന സമയത്ത് ലഘുന വരുന്ന മാറ്റം എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. ആ സെന്റൻസ് ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ഈ രീതിയിലാണ് ലഘു എന്നുള്ള കാര്യം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ലഘുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമായില്ലേ? ഇനി ലഘുമായി ബന്ധപ്പെട്ട ഏത് ഗ്രാമർ ചോദ്യം വന്നാലും എന്റെ മക്കൾ എഴുതൂലേ? യെസ്. അപ്പൊ ഇതുപോലെ എന്റെ മക്കൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള മുഴുവൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെയും വീഡിയോസ് എവിടെ വരും? ഈ ഒരു ചാനൽ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വീഡിയോ ആയിട്ട് മിസ് വരും.